നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചന മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയിലെ നമ്മൾ കുതിർത്ത് വെച്ച കടലയാണ്, വെള്ളക്കടലയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഉള്ള കടലയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. വെള്ളക്കടലയുടെ വീഡിയോ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇടുന്നത്. 5 കഷ്ണം ഉള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് വേകാനായിട്ടും മാറ്റി വയ്ക്കാം. ഒരു 4-5 വിസിൽ വരുമ്പോൾ കടല നന്നായിട്ട് വെന്ത് വരും. കടല നന്നായി വെന്ത് വരട്ടെ. ആ നേരത്തെ നമുക്ക് മറ്റു ചേരുവകൾ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി, 5 കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നമ്മൾ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പെരിഞ്ജീരകവും നല്ല ജീരകവും ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. നല്ല ജീരകം ചേർക്കുന്നത് കടലക്കറിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ചേർക്കുമ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ കരിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി, മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വറയിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി ഈ തക്കാളിയും സവോളയെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞു ചേരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കടലയ്ക്ക് പ്രഷറൊക്കെ വന്നു തുടങ്ങി. 1ാമത്തെ വിസിൽ വന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. തക്കാളിയും സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക്
ഫ്ലെയിം ഓഫാക്കാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ലേശം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചുകൊണ്ട് വരാം. ചേരുവകളെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ, പാൻ നന്നായി ചൂടായി വരുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിലാണ് എല്ലാം മൂപ്പിച്ചത്. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 കറിവേപ്പില, 2 ഉണക്കമുളക്, ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൽ വയ്ക്കുന്ന കറിയല്ലേ ഇത്. നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ചന മസാല തയ്യാറാക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് ഇവിടെ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ ഗ്രേവി ചേർത്തപ്പോൾ തന്നെ നല്ലൊരു വാസനയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെരുംജീരകവും നല്ല ജീരകവും എല്ലാം കൂടെ മസാല എല്ലാം കൂടെ കൂട്ടി അരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക വാസന തന്നെയാണ്. ലേശം ഉപ്പൂടെ വേണം. നമ്മൾ ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് വറ്റി കുറുകി വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇല്ലേ, വളരെ ടേസ്റ്റി ആയിട്ടൊരു ചന മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിക്കൊണ്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ചന മസാല ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്